വിശദാംശങ്ങളിലേക്ക് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചില്ലെന്ന ഡോക്ടർമാരുടെ സംഘടനയുടെ വാദത്തെ തള്ളി കുടുംബം. അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ ഡോക്ടർ ക്ഷമ പറഞ്ഞുവെന്നും നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നതായി അറിയിച്ചിട്ടില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു. നാക്കിലുണ്ടായ കെട്ടിനാണ് ഡോക്ടർ പ്രഥമ പരിഗണന നൽകിയത് എന്നായിരുന്നു ഡോക്ടർമാരുടെ സംഘടനയുടെ വാദം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6-ാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിക്ക് നാക്കിനടിയിലായി കെട്ട് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെന്നും നാവിലെ കെട്ട് ഭാവിയിൽ സംസാര വൈകല്യത്തിന് കാരണമാകാമെന്നതിനാലുമാണ് ഇതിന് പ്രഥമ പരിഗണന നൽകി ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത് എന്നുമാണ് സംഘടനയുടെ വിശദീകരണം. വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ചു നടത്തിയ സസ്പെൻഷൻ നിർഭാഗ്യകരമാണെന്നും ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ഡോക്ടർമാരുടെ സംഘടനയുടെ വിശദീകരണം തള്ളിക്കൊണ്ടായിരുന്നു കുട്ടിയുടെ മാതാവിന്റെ പ്രതികരണം. നാവിന് ശസ്ത്രക്രിയ നടത്തുന്നതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. വിരലുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് ചെയ്തത് നാവിൻ്റെ അടിയിലാണ്. ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി പിന്നെ വരുന്നത് നാവിൻ്റെ അടിയിൽ പഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോൾ അറിയുന്നത് നാവിൻ്റെ അടിയിലാണ് ചെയ്തതെന്നുള്ളത്. പറഞ്ഞോളൂ കരഞ്ഞപ്പോൾ അടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. അവൾക്ക് അബദ്ധം പറ്റിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലെ നമ്മളോട് പറയണ്ടേ, നമ്മളെ ഒപ്പൊക്കെ ഇട്ട് വാങ്ങണ്ട. അതൊന്നും ചെയ്തിട്ടില്ല. ഒരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവരുതില്ല. അതിനുവേണ്ടി മുന്നോട്ട് തന്നെ പോകാനതിൽ. സൂപ്രണ്ട് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. മാതാപിതാക്കളുടെ പരാതിയിൽ ഡോക്ടർക്കെതിരെ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക